യുവജനങ്ങളെ നിങ്ങൾ ശക്തരാകുക എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയുടെ പ്രസംഗം നമ്മളെല്ലാം ആവേശപുളരിതരാക്കി. സ്വാതന്ത്ര്യദിന പ്രസംഗവും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നിശബ്ദമായ പ്രതിസന്ധിയും എന്താണെന്ന് അത് കേട്ടതായ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. യുവാക്കൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം മതിയോ? 94,000 സർക്കാർ സ്കൂളുകളുടെ കഥ ആരാണ് നമ്മളോട് പറയുക? 2026 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ചെങ്കോട്ടയുടെ പടിക്കെട്ടുകളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് യുവാക്കൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന പ്രസംഗമായിരുന്നു അത് എന്ന് ചില മാധ്യമങ്ങളൊക്കെ വാർത്തയായിട്ട് കൊടുക്കുകയുണ്ടായി. മോഡിജി പറഞ്ഞതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ 1 കോടി യുവാക്കൾക്ക് പരിശീലനം നൽകും, മത്സര പരീക്ഷകൾക്കായി സൗജന്യ ഓൺലൈൻ കോച്ചിങ്ങുകൾ നൽകും, യുവാക്കളുടെ ഇന്നോവേഷൻസ്, അവരുടെ റിസർച്ച്, അവരുടെ എന്റർപ്രണർഷിപ്പ് എന്നിവയ്ക്ക് പിന്തുണ നൽകും, സ്പോർട്സ് ടാലന്റ് കണ്ടെത്തും, മാനുഫാക്ചറിങ്, അതേപോലെ സെമി കണ്ടക്ടർ, ഡിഫൻസ്, ഗ്രീൻ എക്കണോമി, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിൽ യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വളരെ നല്ല പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ പോലുള്ളവരുടെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. അവരുടെ ഒക്കെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യം, ഈ വാഗ്ദാനങ്ങളിൽ തെറ്റെന്താണ്? ഞാനും ചിന്തിച്ചു, ഈ വാഗ്ദാനങ്ങളിൽ തെറ്റൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ തെറ്റൊന്നുമില്ല. യുവാക്കൾക്ക് AI വേണം, തൊഴിൽ വേണം, സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം, ഇന്നോവേഷൻ വേണം, അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോച്ചിങ്സ് വേണം. പക്ഷേ ഒരടിസ്ഥാന ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റുകയില്ല മോഡിജി. അതെന്താണ്? ഈ യുവാക്കളെ നിർമ്മിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങ് ശക്തിയോടെ സംസാരിക്കാതെ പോയത്? അങ്ങ് വാചാലനായപ്പോൾ യുവജനങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. എന്നാൽ യുവജനങ്ങളാകാൻ വേണ്ടിയിട്ടുള്ള അതിനേക്കാളും കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങ് നിശബ്ദത പാലിച്ചു? ഒന്നാമതായിട്ട്, അങ്ങേക്ക് മിണ്ടാൻ കഴിയാത്ത വിധത്തിൽ 94,000 സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോയ ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് അങ്ങ് പ്രസംഗിച്ചത്. ഒന്നുകൂടെ ഞാൻ പറയാം, 94,000 സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഈ രാജ്യത്ത് പൂട്ടിപ്പോയി അങ്ങയുടെ ഭരണകാലത്ത്. അതുകൊണ്ട് അങ്ങേക്ക് ശക്തമായി അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയില്ല എന്ന് അങ്ങേക്കറിയാം. 2026 മെയ്യിൽ കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് പുറത്തിറക്കിയായിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ടെമ്പറൽ അനാലിസിസ് ആൻഡ് പോളിസി റോഡ് മാപ്പ് ഫോർ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് എന്ന റിപ്പോർട്ട് അനുസരിച്ച് മോഡിജിയുടെ ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വിലയിരുത്തുകയാണ്. ഇത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ റിപ്പോർട്ടല്ല, അങ്ങേ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും മത സമൂഹം പുറത്തുവിടുന്ന റിപ്പോർട്ടുകളല്ല. ഇത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ്. അങ്ങയുടെ കാലത്ത് ആരംഭിച്ച നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ്. UDSA പ്ലസ്, പരാക്ക പ്ലസ്, ആസർ തുടങ്ങിയ ദേശീയ ഡേറ്റ സോഴ്സസ് ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് പറയുന്ന ഒരു കണക്ക് നമ്മെ ഗൗരവമായിട്ട് ഭയപ്പെടുത്തുന്നതാണ്. 2014 മുതൽ 15 വരെ ഉള്ള കാലഘട്ടത്തിൻ്റെയും 2024 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 11,07,000 നിന്ന് 10,13,000 കുറഞ്ഞു എന്ന് പറയുന്നത്. അതായത് ഏകദേശം 94,000 സർക്കാർ സ്കൂളുകളുടെ കുറവ് നമ്മുടെ രാജ്യത്തുണ്ടായി. അതേ കാലയളവിൽ സ്വകാര്യ സ്കൂളുകളിൽ 2,80,000 നിന്ന് 3,39,000 ഉയരുകയും ചെയ്തു. ഇത് വെറും ഒരു ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്, ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കീഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയി പഠിച്ചിട്ടുള്ള അനേക ചെറുപ്പക്കാരുള്ള ഒരു നിന്നുകൊണ്ടാണ് നമ്മുടെ മോഡിജി ഈ പ്രാവശ്യത്തെ ഈ വാർത്തകളൊക്കെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ബോധപൂർവം മറന്നുപോയത് 94,000 സ്കൂളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സർക്കാരുകൾ പൂട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു കാര്യം സത്യസന്ധമായിട്ട് സമ്മതിക്കുകയാണ് ഞാൻ. എന്താണ്? 94,000 സ്കൂളുകൾ അടച്ചത് BJP യൂണിയൻ സർക്കാർ മാത്രമല്ല. അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം സ്കൂൾ റേഷണലൈസേഷൻ, അതുപോലെ മെർജർ, കൺസോളിഡേഷൻ എന്നിവയിൽ സംസ്ഥാന സർക്കാരുകൾക്കും വലിയ പങ്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന
പല സംസ്ഥാനങ്ങളിലും ഇത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് BJP മാത്രം കുറ്റപ്പെടുത്തരുത്, അവരുടെ അലയൻസിനെ കൂടെ നമുക്ക് ഇതിനകത്ത് പങ്കുകാരാക്കേണ്ടി വരുന്നു. നീതി ആയോഗ് തന്നെ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിലെ കുറവ് പ്രധാനമായും കൺസോളിഡേഷൻ ആൻഡ് റേഷണലൈസേഷൻ മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഒരു ലളിതമായിട്ടുള്ള മുദ്രാവാക്യമായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്വമില്ലെന്നും പറയാൻ പറ്റുകയില്ല. കാരണം എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. മനസ്സിലായില്ലേ? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള കൂടെ ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം അത് തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. അതിനകത്ത് യൂണിയൻ ഗവൺമെന്റിൻ്റെയും കൂടെ പങ്കാളിത്തമുണ്ട്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസത്തിൻ്റെ പൊതുദിശ, കേന്ദ്ര പദ്ധതികൾ, ഫണ്ടിങ്, അതേപോലെ സ്റ്റാൻഡേർഡ്സ്, നാഷണൽ അസസ്മെന്റ്, സ്കൂൾ റിഫോം എന്നിവയിൽ കേന്ദ്രത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ 2047 വികസിത ഇന്ത്യ എന്ന വലിയ ലക്ഷ്യം പറയുമ്പോൾ ആ വികസിത ഇന്ത്യയുടെ അടിത്തറയായ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഗൗരവമായ സെൽഫ് അസസ്മെന്റ് പ്രതീക്ഷിക്കുന്നത് അനിവാര്യമായിട്ടുള്ളതായിരുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങ് നിശബ്ദത പാലിച്ചു മോഡിജി. മൂന്നാമതായിട്ട് പ്രധാനമന്ത്രിയുടെ യുവജന സന്ദേശം. പ്രശ്നം എന്താണ്? മോദിജിയുടെ 2026 പ്രസംഗത്തിൽ യുവാക്കളെക്കുറിച്ചുള്ള ശ്രദ്ധ വളരെ ശക്തമായിരുന്നു. AI ട്രെയിനിങ്, ഫ്രീ കോച്ചിങ് സെന്റേഴ്സ്, സ്പോർട്സ്, സ്റ്റാർട്ടപ്സ്, ഇന്നോവേഷൻസ്, മാനുഫാക്ചറിങ്, ടെക്നോളജി, അതുപോലെ ജോലി, ഇവയെല്ലാം യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു പോളിസി പാരഡോക്സ് ഉണ്ട് എന്നുള്ളത് മറന്നു പോകണ്ട. എന്താണ്? അതാണ് ഞങ്ങൾ പറയുന്നത്. ഒരുപാട് യുവാക്കളെ AI പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യം, ആ യുവാക്കളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എങ്ങനെയാണ്? AI പഠിക്കുന്നതിന് മുമ്പ് അവർക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? കണക്ക് കൂട്ടാൻ കഴിയുന്നുണ്ടോ? ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടോ? അവർക്ക് ശാസ്ത്രീയമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറാൻ പഠിച്ചിട്ടുണ്ടോ? അവർക്ക് തെറ്റായ വിവരവും സത്യമായ വിവരവും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ മീഡിയകളൊക്കെ അങ്ങേ പുകഴ്ത്തിക്കൊണ്ട് അയക്കുമ്പോൾ പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള ഒരുപാട് മീഡിയകൾ ഒക്കെ ഉണ്ടല്ലോ, അങ്ങേ പുകഴ്ത്തുന്ന മീഡിയകൾ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിവരപൂർവ്വം ചിന്തിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? അതിലുള്ള ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവർക്ക് പരാജയം സഹിക്കാനുള്ള മാനസിക ശേഷിയുണ്ടോ? ഇവയും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് മോഡിജി. അതിനെക്കുറിച്ച് അങ്ങ് ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. മിണ്ടാൻ അറിയാത്തത് കൊണ്ടാണോ അതോ അങ്ങേക്ക് ആരോ എഴുതി തന്നത് അതേപോലെ പറയണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നാലാമതായിട്ട് വിദ്യാഭ്യാസം കോച്ചിങ് സെൻ്ററിലായി ചുരുങ്ങുന്നത് വളരെ അപകടകരമാണ്. ഇവിടെ മറ്റൊരു വലിയ വൈരുദ്ധ്യം കാണാം. പ്രധാനമന്ത്രി തന്നെ മത്സര പരീക്ഷകളുടെ കോച്ചിങ് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണെന്ന് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി നമോവായം അങ്ങേ നമിക്കുകയാണ് ആ കാര്യത്തിന്. അതുകൊണ്ടാണ് ഫ്രീ ഓൺലൈൻ കോച്ചിങ് പ്രഖ്യാപിച്ചതും. ഇത് സ്വാഗതാർഹമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. പക്ഷേ ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഇത്രയും കോച്ചിങ് ഡിപ്പെൻഡൻ്റ് ആയി തീർന്നിരിക്കുന്നത്? കോച്ചിങ് ഇല്ലാതെ ഒരു പരീക്ഷയ്ക്കും ആർക്കും പാസ്സാകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടെത്തിച്ചത് ആരാണ് മോഡിജി? സ്കൂൾ എഡ്യൂക്കേഷൻ മതിയാമായിരുന്നില്ലേ? ഒരു കുട്ടിക്ക് നീറ്റ് എഴുതാൻ കോച്ചിങ് കൂടെ വേണം എന്നുള്ള നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ താഴെ തട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്, അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അതേപോലെ തന്നെ ജോയിന്റ് എൻട്രൻസ് എക്സാം JEE അത് എഴുതാനായിട്ട് കോച്ചിങ്ങിന് പോകണം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കോച്ചിങ് വേണം. പല എൻട്രൻസ് എക്സാമിനേഷനും കോച്ചിങ് വേണം. അപ്പോൾ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു സമഗ്ര വിദ്യാഭ്യാസ സംവിധാനം നൽകുന്നതിൽ എവിടെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്? കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഈ അപജയത്തിന്റെ കാരണക്കാരാരാണ് മോഡിജി? അങ്ങ് പറയണം. അങ്ങാണല്ലോ ഈ യുവജനങ്ങളെയൊക്കെ ജെൻസീസിനെയൊക്കെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പുതിയ പ്രഖ്യാപനങ്ങളുമായിട്ടൊക്കെ വന്നത്. എന്നാൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് സംസാരിക്കുന്നില്ല? അപ്പം ഇതിന് ഉത്തരം കണ്ടെത്താതെ ഫ്രീ കോച്ചിങ് നൽകുന്നത് പ്രശ്നത്തിൻ്റെ സിംറ്റം പരിഹരിക്കുന്നത് മാത്രമായിരിക്കും മോഡിജി, റൂട്ട് കോസ് ആയിരിക്കുകയില്ല. അഞ്ചാമതായിട്ട് സ്കൂൾ അടയ്ക്കുന്നത് കെട്ടിടം അടയ്ക്കുന്നതല്ല. അത് മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു നഗരത്തിലെ വലിയ സ്കൂളിനെ ഒരു ഗ്രാമത്തിലെ ചെറിയ സ്കൂളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഒരു ഗ്രാമത്തിലെ സർക്കാർ സ്കൂൾ
ഒരു ക്ലാസ് റൂം മാത്രമല്ല, അത് ആ പ്രദേശത്തെ കുട്ടികളുടെ ആദ്യ സാമൂഹ്യ ലോകമാണ്. അവിടെ അധ്യാപകൻ ഒരു ടീച്ചർ മാത്രമല്ല, ആ കുട്ടിക്ക് പലപ്പോഴും കമ്മ്യൂണിറ്റി മെന്ററാണ്. സ്കൂൾ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം മാത്രമല്ല മോഡിജി, അത് സാമൂഹ്യ സുരക്ഷയുടെ ഒരു കേന്ദ്രമാണ്. ഇത് അങ്ങേക്ക് അറിയയില്ല. അറിയാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പാവപ്പെട്ട ജനതയെക്കുറിച്ച്, പാവപ്പെട്ട കുട്ടികളെക്കുറിച്ചുള്ള ചിന്ത അങ്ങേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് അടച്ചുപൂട്ടിയതായിട്ടുള്ള ഈ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ പുനരാവിഷ്കരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായ ആളുകളെ ഏൽപ്പിക്കണം എന്ന് മാത്രമേ ഈ തരുണത്തിൽ പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങ് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇത് നമ്മുടെ എല്ലാവരുടെയും ചിന്തയ്ക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു വാതായനമായിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.